ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, അവിടെ എന്തുണ്ട് വിശേഷം? വിശേഷം മാത്രമേ ഉള്ളച്ചാ. ചേച്ചിയുടെ വിശേഷം തന്നെയാ കൂടുതല്. ചേച്ചി കള്ളങ്ങൾ കാണിച്ചും ചെയ്തും ആ വീട്ടിലിപ്പോ ആർക്കും സമാധാനം ഇല്ലാതായി. എന്നോടും അമ്മയോടും ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ചേച്ചിയാ. ഒരു മുൻപരിചയം ഇല്ലാത്തതുപോലെയാ പെരുമാറ്റം. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടേന്ന്. അവളിങ്ങനെ മാറിപ്പോയതിന്റെ കാരണം അച്ഛനും അറിയില്ല മോളെ. അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുന്നവരല്ലേ നമ്മള്. അവളെ പഠിപ്പിക്കാൻ നീയും ഞാനും അമ്മയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ. അവള് രക്ഷപ്പെട്ടിട്ട് മറ്റുള്ളവരെ കൂടെ നോക്കുമെന്ന് കരുതി. ഓ, എന്നിട്ട് നോക്കുന്നുമില്ല, ഉപദ്രവവും. അഹങ്കാരത്തിന്റെ അവസാനം കണ്ണീരാണെന്ന് അവൾ എന്തെങ്കിലും മനസ്സിലാക്കും. അന്ന് അവൾക്ക് അച്ഛനും അമ്മയും അനിയത്തിയും ആരും ഉണ്ടാവില്ല. അവളിപ്പോ നിങ്ങളോട് കാണിക്കുന്നൊന്നും മറക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ അവളത് അനുഭവിക്കുമ്പോ നിങ്ങളും തിരിച്ച് അതുപോലെ തന്നെ ചെയ്യണം. അത് നമ്മളെ കൊണ്ട് സാധിക്കു വച്ചാ. ചേച്ചിയെ പോലെ പെട്ടെന്ന് പഴയതൊക്കെ മറക്കാൻ നമ്മളെ കൊണ്ടാവോ? അതാ മോളെ നമ്മുടെ പരാജയം. നമ്മൾ കരുതും പോലെ അല്ല മനുഷ്യര്. അവരെപ്പ അവരുടെ തനിനിറം കാട്ടും എന്ന് പറയാനാവില്ല. അതുകൊണ്ട് എല്ലാവരിൽ നിന്നും ഒരകലം പാലിക്കുന്നത് നന്നായിരിക്കും. അത് സ്വന്തം ചേച്ചിയാൽ പോലും. ഹലോ, നീ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടോ, അതോ അടിച്ചു പുറത്താക്കിയോ? ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാന്. നിന്റെ അച്ഛനെ എന്റെ കൈ കിട്ടിയിട്ടും ആ കള്ളക്കളവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് കാരണക്കാരായ ഭഗവാൻ ഈശ്വരനൊക്കെ ഞാൻ വേറെ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം, നിന്റെ അനിയത്തി കല്യാണി ഇപ്പോ എവിടെയുണ്ട്? അവളെ നീ എവിടെയാ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്? സത്യം പറഞ്ഞാ പണി കിട്ടും. എന്റെ ഐഡന്റിറ്റിയും എല്ലാരും അറിയും. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ കേട്ടു. കല്യാണി അമ്മ എവിടെയാന്ന് എനിക്കറിയില്ല. കള്ളം പറയരുത്, മൂക്കാമണ്ട് ഇടിച്ച് പൊട്ടിക്കും ഞാൻ. ഞാൻ പറഞ്ഞത് സത്യമാ. അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. അറിയുമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരില്ലേ? അച്ഛനെ കാണിച്ചെന്നതും ഞാൻ തന്നെയല്ലേ? എന്തായാലും ഞാനും അവരും തമ്മിൽ ഒരു ബന്ധവുമില്ല. സത്യമാ. അവരിൽ ആരെങ്കിലും വിളിക്കുകയോ കാണുകയോ വല്ലതും ചെയ്താ ആദ്യം എന്നെ അറിയിക്കണം. മനസ്സിലായോ? മനസ്സിലായി. എന്നാ വെച്ചിട്ട് പോ.